ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിൽ നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്തത് ആ റേഞ്ചിനകത്ത് തന്നെ മാർക്കറ്റ് നിന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീക്കിലി അനാലിസിസ്, മിഡ് ക്യാപ് നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് കണ്ടവർക്ക് ഏകദേശം കാര്യം പിടികെട്ടി കാണും. ഇത് എന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അതൊന്ന് കാണണം. ഞാൻ ഈ വീഡിയോയുടെ അവസാനം അത് പിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് ഞാൻ വെച്ചേക്കാം. നിങ്ങളിത് കാണുന്നതിന് മുമ്പ്, ഇപ്പോൾ നിങ്ങളിത് കാണാൻ തുടങ്ങിയെങ്കിൽ നിങ്ങളിത് കാണരുത്. ഇത് കാണാതെ ആദ്യം നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ്, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് വെച്ചേക്കാം, നിങ്ങൾ ആദ്യം അത് കാണുക. അത് കണ്ടതിന് ശേഷം ഞാൻ അതിനകത്ത് എന്താണോ പറഞ്ഞത്, ഞാനത് എന്താണോ അതിനകത്ത് പറഞ്ഞത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താണ് ഞാൻ അതിനകത്ത് പറഞ്ഞത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ച മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് അതൊന്ന് അനലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിനകത്തിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് റിഫൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ നമ്മളിതെല്ലാം കൂടി ഫൈൻ ട്യൂൺ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ടിൻ്റെ ആക്യുറസി വളരെ കൂടുതലായിരിക്കും. ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനോ അല്ല വേറെ രീതിയിലായിരുന്നു, ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിലായാലും എൻ്റെ ഗ്രൂപ്പിലെ വോയിസ് മെസ്സേജിലായാലും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ നമുക്ക് വേറെ കുറുക്കു വഴികളൊന്നും ഇല്ല. പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിതിനകത്ത് നോക്കിക്കാണാനുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ സീരീസ് ചെയ്യുമ്പം നമ്മൾ 9 സീരീസ് ചെയ്തു. ആ 9 സീരീസിൽ നമ്മൾ ഓരോ വീഡിയോയിലും ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ ഇപ്പം അമേരിക്കനും US മാർക്കറ്റ് വീഴുന്നുണ്ടല്ലോ. ഈ US മാർക്കറ്റ് വീണപ്പം ഞാൻ നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ ഫ്രണ്ട്സിനടുക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ ഡൗ ജോൺസിൻ്റെ ഒരു പോക്ക്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഡീവിയേറ്റ് പോവല്ല, പക്ഷേങ്കിൽ നമുക്ക് ഈ പ്രൈസ് ആക്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഡൗ ജോൺസിൻ്റെ ഡെയിലി ചാർട്ടാണിത്. ഈ ഡെയിലി ചാർട്ടിൽ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് ഒരു ക്യാൻഡിൽ ഇവിടെ വീണപ്പം ഞാനാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഇനിയും ഡൗ ജോൺസ് താഴോട്ട് ഇറങ്ങി വരാനുള്ള ചാൻസ് ഉള്ളൂ. കാരണം പ്രീവിയസ് ഹിസ്റ്ററി, ചാർട്ടിനകത്തിലെ പ്രീവിയസ് ഹിസ്റ്ററി എപ്പോഴും പറയുന്നത്, എപ്പോഴും ഡൗ ജോൺസിലൊരു ഹൈ ഉണ്ടായി, ഒരു ഹൈയിൽ നിന്നൊരു വീഴ്ച ഉണ്ടായാൽ ഒരു ഭീകര വീഴ്ചയായിട്ട് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ എക്സാമ്പിൾ സഹിതം നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ അങ്ങനെ എന്നിട്ട് ഇത് വരച്ച് കാണിച്ച ആ ഒരു സ്ക്രീനാണ് നിങ്ങൾ ഈ കാണുന്നത്. എപ്പോഴൊക്കെ ഡൗ ജോൺസ് മേളിൽ പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഒരു ഭീകര ഫോള് കണ്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെ വന്നു, ഇവിടെ താഴോട്ട് വന്നു, ഇവിടെ വന്നു, ഇവിടെ താഴോട്ട് വന്നു, ഇവിടെ വന്നു, ഇവിടുന്ന് ഒരു വീഴ്ച വന്നു, ഇവിടെ വന്നു, ഇവിടുന്ന് ഒരു വീഴ്ച വന്നു. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒരു വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. അന്ന് നമുക്ക് മാർക്കറ്റ് വളരെ പോസിറ്റീവ് കാണിച്ചു. ഞാൻ എപ്പോഴും പറഞ്ഞു ആസ് പെർ പ്രൈസ് ആക്ഷൻ പ്രകാരം, ചാർട്ട് പ്രകാരം ഇവിടുന്ന് ഡൗ ജോൺസ് താഴെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അടുത്ത 3 ദിവസം ഒരു ദിവസം തിരിച്ച് കയറുമെന്നൊക്കെ തോന്നിച്ചു, പക്ഷെങ്കിൽ ഒരു ഭീകര വീഴ്ച നമുക്ക് ഫർദർ കാണാൻ പറ്റി. ഇതാണ് പ്രൈസ് ആക്ഷൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെ ഏറെക്കുറെ ചാർട്ടിനകത്ത് കൂടെ നമുക്ക് ഏറെക്കുറെ അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കാര്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ വീക്കിലി അനാലിസിസ് കാണുക. കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും, 100% ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളത് കണ്ടിട്ട് മാത്രം ഇത് കണ്ടാൽ മതി. അപ്പോൾ നമുക്കിനിയും കം ടു ദ പോയിൻറ്റ്. നമുക്ക് ഈ ആഴ്ചത്തെ വീക്കിലി ടൈം ഫ്രെയിമാണ് ഈ കാണുന്നത്. അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ വീക്കിലി അനാലിസിസ് ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഒരു കാരണവശാലും 13,350-400 കടന്ന് മാർക്കറ്റ് പോകില്ല എന്ന് ഞാൻ അടിവരയിട്ട് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ആ വീഡിയോ കാണുവാണെങ്കിൽ മനസ്സിലാവും.
പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, മാർക്കറ്റ് ഒരു കാരണവശാലും 12,350-400 കടന്ന് പോകില്ല എന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് നോക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാക്ക് ഉപയോഗിച്ച് 13,000 ഒരു കട്ട സപ്പോർട്ടായിരിക്കും എന്നായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തിൽ പറഞ്ഞിരുന്നത്. അപ്പം അത് രണ്ടും അതുപോലെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് ഈ റേഞ്ചിനകത്ത് 13,000 മുകളിലും 13,350 താഴെയും അതിനിടയ്ക്കാണ് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഫർദർ നമ്മൾ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം മാർക്കറ്റ് ഇപ്പം ഭയങ്കരമായിട്ടൊരു സെല്ലിങ്, ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. അപ്പം എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സംഭവിച്ചു, മാർക്കറ്റ് പൊട്ടി. അപ്പോൾ വേറെ 100 കാരണങ്ങൾ, നിങ്ങൾക്ക് 100 ന്യായവാദങ്ങൾ നിരത്താൻ കാണും. അതൊന്നും എൻ്റെ വിഷയമല്ല, അതൊക്കെ നിങ്ങളുടെ ന്യായവാദങ്ങൾ. ഞാൻ എൻ്റെ ആസ് പെർ സ്റ്റഡി വെച്ചിട്ട് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 13,066. ഓക്കെ, 13,000 മുകളിലാണ് മാർക്കറ്റ് ക്ലോസ്. കുറച്ചുകൂടെ താഴോട്ട് വന്നു, 13,030 വരെയാണ് മാർക്കറ്റ് വന്നു എന്ന് തോന്നുന്നു. അതിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്താണ് ക്ലോസ് 13,037 വരെ ആ റേഞ്ചിലങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഫർദർ നമുക്ക് എന്ത് സംഭവിക്കാൻ നോക്കാം. പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയുടെ നീളം കൂടിപ്പോവും. ഇപ്പം നിലവിൽ ഇപ്പം ഈ വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് നെഗറ്റീവിലാണ് ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 13,000 താഴോട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ലൈൻ, ഇതൊക്കെ നമ്മളിതിനകത്ത് 2 ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഒരു മെയിനായിട്ടൊരു ട്രെൻഡ് ലൈൻ, ഒരു ചാനൽ വരച്ചിട്ടുണ്ട്. ആ ചാനലിനകത്ത് കൂടെയാണ് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ വേറൊരു ചാനൽ, ഒരു ട്രെൻഡ് ലൈൻ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത സപ്പോർട്ടെന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനാണ്. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് വീഴുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. അത് ഏകദേശം ഒരു 12,800 വരെ വരാനുള്ള സാധ്യത, 800-850. ഓക്കെ, 800-850 വരെ വരാനുള്ള സാധ്യത ആണ് നമുക്ക്. ഒരു താഴെ ഒരു ബേസ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിലാണ് മാർക്കറ്റ് വരാനുള്ള സാധ്യത. 13,000 പൊട്ടുവാണെങ്കിൽ, 13,000 പൊട്ടിയാൽ നമുക്ക് 13,800-850 റേഞ്ചിലായിരിക്കും മാർക്കറ്റ് അടുത്തത് വരാൻ പോകുന്നത്. അതും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെൻഡ് ലൈനാണ് നമ്മുടെ സപ്പോർട്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം. മാർക്കറ്റിൽ ഒരു ഭീകരമായ പൊട്ടൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രെൻഡ് ലൈൻ നിങ്ങളുടെ ചാർട്ട് എടുത്ത് ഇത് വരച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ട്രെൻഡ് ലൈനൊക്കെ വരച്ചിടുക, ലെവലുകളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈന്, ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് ഇതായിരിക്കും, ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇത് അങ്ങനെയാണ് പ്രീവിയസ് ഹിസ്റ്ററി പറയുന്നത്. പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം അങ്ങനെ ഒരു ചരിത്രമാണ് ആവർത്തിച്ചേക്കുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് ഈ പ്രാവശ്യം വിശ്വസിക്കാം. ഇതിന് കട്ട സപ്പോർട്ട് 13,000 താഴെ ആണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ, അതിന് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത്. ഇനി എപ്പോൾ 13,000 മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നു, ഒരു ഡേ എപ്പോൾ 13,000 മുകളിൽ ക്ലോസ് ചെയ്ത് കിട്ടുന്നു, അവിടുന്ന് മാർക്കറ്റ് വെരി ഫാസ്റ്റായിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളത് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആണെങ്കിൽ ഇവിടെ കൂടെ ഒരു റേഞ്ച് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ അടുത്ത റേഞ്ച്. ഈ 2 ബേസ് ലൈൻ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇതിനകത്തിൽ 12,800-850 അതുകൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സംഭവം മനസ്സിലാവും. അപ്പോൾ ആദ്യം മനസ്സിലായല്ലോ, 13,800, 13,850 ആയിരിക്കും നമ്മളുടെ റേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് 13,850, 13,800 ഇതായിരിക്കും നമ്മുടെ റേഞ്ച്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ഈ ട്രെൻഡ് ലൈന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും താഴോട്ട്. ഓക്കെ, അത് അവിടെ വരെ വരത്തില്ല. ഒരാഴ്ച കൂടി ഇത് ഇവിടെ വരെ നിൽക്കും. അതിനകം നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഇത് ഞാൻ വലുതാക്കി കാണിക്കാം, നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാകാൻ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റേഞ്ച്. 13,400, 13,350 ഇത് പൊട്ടുന്നില്ല. ഇത് 13,350 അങ്ങനെ തന്നെ നിൽക്കുന്നു. 13,350, 400 റേഞ്ച്. ഇത് 13,800, 850 റേഞ്ച്. മാർക്കറ്റ് ഇതിനകത്ത് ഈ വരുന്ന ഒരാഴ്ച മാർക്കറ്റ് ഇതിനകത്ത് ക്ലോസ് ചെയ്യാനാണ്
സാധ്യത കൂടുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫർദർ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ 800-400 റേഞ്ചാണ്, 600 പോയിൻ്റ് റേഞ്ചിനകത്തായിരിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. ഓക്കെ, എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് വരുന്ന ദിവസം കാണാം. മാർക്കറ്റിനെ ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിതെല്ലാം പ്രോബബിലിറ്റികളാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഇനിയും നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഈ വീക്ക്ലി അനാലിസിൽ പറയാനുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. 13,000 ആയിരിക്കും കട്ട സപ്പോർട്ട്. 13,000 പൊട്ടിയാൽ ഇത് തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുമ്പം 13,000 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫർദർ അവിടുന്ന് ഒരു മൂവ് നമുക്ക് മേലോട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ബേസ് ലൈൻ പൊട്ടാതെ ഇതിന് മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ട്രേഡ് 13,000 വരെ നമുക്ക് നോക്കാം. 13,000 മുകളിൽ നമുക്ക് ട്രെൻഡ് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ഒരു കൺഫർമേഷനാണ് മുകളിലോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് ഗ്ലോബലി സംഭവം സപ്പോർട്ട് കിട്ടണം എങ്കിൽ തന്നെ ഇതാണ് ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിൽ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാ നോക്ക്, നമ്മുടെ ഇന്ത്യ ഹോട്ടലിൻ്റെ ഗതിയാണിത്. ഇന്ത്യ ഹോട്ടൽ ഒരു മെയിൻ സപ്പോർട്ട് പൊട്ടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഒരു പഴയ ബേസ് ലൈനായി കിടക്കുന്നത്. ഈ ബേസ് ലൈൻ ഇവിടെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, മേജർ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് പൊട്ടിച്ചിട്ട് ഇത് നിൽക്കുകയാണ് താഴോട്ട്. ഇനി ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. നമ്മുടെ ഇതിനകത്തിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് ഇന്ത്യ ഹോട്ടൽ. ആ ഇന്ത്യ ഹോട്ടൽ റെസിസ്റ്റൻസ് പൊട്ടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൊട്ടി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് ഇതായിരിക്കും. ഫസ്റ്റ് സപ്പോർട്ട് ഈ ഏരിയ ആയിരിക്കും. അതിനുശേഷം പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ബേസ് ലൈനിൽ തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതും പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും സപ്പോർട്ട് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് പറഞ്ഞതേ ഉള്ളൂ, കറക്റ്റ് ആക്യുറേറ്റ് അല്ല. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അടുത്ത പെർസിസ്റ്റൻസ് സിസ്റ്റമാണ്. പെർസിസ്റ്റൻസ് സിസ്റ്റത്തിനകത്തിലാണെങ്കിൽ ഒരു ഫോൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നാസ്ഡാക്ക് ഏകദേശം 400 പോയിൻറ്റോളം പൊട്ടിയായിരുന്നു. അപ്പോൾ ഇത് ടെക്നോളജി സ്റ്റോക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും താഴോട്ടൊരു സാധ്യത ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ 4,997 ഫസ്റ്റ് സപ്പോർട്ട്. പിന്നെ അത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ലെവലുകളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അടുത്ത ലൂപ്പിനാണ് ഇത്. ഞാൻ റിവൈസ് ചെയ്താണ്. ഇത് നമ്മുടെ വെയിറ്റേജ് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അതും ലൂപ്പിനകത്തിലും ഒരു ഓൾ ടൈം ഹൈ പോയിട്ട് തിരിച്ചൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ 2,133 ആയിരിക്കും അതിൻ്റെ സപ്പോർട്ട്. അടുത്ത കുമിൻസ് ഇന്ത്യ നല്ല ഒരു താഴ്ചയിൽ നിൽക്കുകയാണ്. കാരണം നല്ലപോലെ റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിലോട്ട് പോയെങ്കിൽ നമുക്കൊരു അപ്പ് മൂവ് പറയാൻ പറ്റത്തുള്ളൂ കുമിൻസ് ഇന്ത്യക്കകത്തിൽ. ഓക്കെ, 3,867 സപ്പോർട്ട്. അത് മേലോട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഫർദർ മൂവ് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വന്നിട്ട് തിരിച്ച് ഈ 3,416 റേഞ്ചിൽ നമുക്ക് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇവിടുന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിൽ ഒരു സ്വിംഗ് ട്രേഡ് നോക്കാവുന്നതാണ്. ഇവിടുന്ന് നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും 3,150 സ്റ്റോപ്പ് ലോസ്. അതിന് താഴെ പോകുകയാണെങ്കിൽ ട്രേഡ് വിട്ടേക്കുക. ഇല്ലെങ്കിൽ നമുക്കിത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ നല്ലൊരു സ്റ്റോക്കാണ് കുമിൻസ് ഇന്ത്യ. അടുത്ത ഫെഡറൽ ബാങ്കിന് അതിൽ നമുക്ക് നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തിൽ ഒരു എം പാറ്റേൺ ആണ്. ഇവിടെ ഒരു നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരു എം പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ആ എം പാറ്റേൺ ക്ലിയർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ വരണം. ഓക്കെ, ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചിലപ്പോൾ ഒരു റിവേഴ്സൽ അല്ല ഇതൊരു പൊട്ടൽ. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഇതിനകത്തിൽ ഒരു സ്വിംഗ് ട്രേഡ് എടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്തത് HDFC AMC ആണ്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതിനകത്തിലും വയലൻ്റ് മൂവാണ്. ഇതും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാണുന്ന സപ്പോർട്ടാണ് ഈ 4,269, പിന്നെ 4,210. ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് പണ്ട് നമ്മൾ വരച്ചിട്ടതാണ്. ഈ ട്രെൻഡ് ലൈനിന് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ ഇങ്ങോട്ട് വരും. കാരണം ഇത് കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ നല്ല മൂവ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് ഈ ലൈൻ ഇവിടെ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്വിംഗ് ട്രേഡിന് ബൈ പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇൻട്രാഡേയിലോട്ട് വരാം. ഓക്കെ, ഇനിയും തിങ്കളാഴ്ച നമ്മൾ എന്ത് സ്ട്രാറ്റജി സ്വീകരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, നമുക്കപ്പം ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേയിലോട്ട് വരണമെന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ചാർട്ട് റീസെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പഴയ വരയും കുറിയെല്ലാം നമ്മൾ മായ്ച്ചു കളഞ്ഞു. ഇപ്പം 2 ബേസ് ലൈൻ ഉണ്ട്, ഒന്ന് മുകളിലും ഒന്ന് താഴെയുണ്ട് ഇല്ലേ. ഇതാണ് ഇൻട്രാഡേയുടെ സ്ട്രക്ചർ. ഓക്കെ, നമുക്കിതിനകത്തിൽ വരയ്ക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വരയൊന്നും ഇല്ല.
ഇതിങ്ങോട്ടൊരു വരേ ഉള്ളൂ. ഓക്കെ, 13,000 ബ്രേക്ക് ചെയ്താൽ നേരെ നമ്മുടെ ബേസ് ലൈൻ, ഇതാണ് ബേസ് ലൈൻ. ഓക്കെ, കൂടുതലൊന്നും വരയ്ക്കാനില്ല, ഒറ്റ വരേ ഉള്ളൂ. ഇത് 13,000. ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്താൽ അടുത്ത പൊട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത് നമ്മുടെ ഇതാണ്, ഈ ട്രെൻഡ് ലൈനാണ് അടുത്തത്. ഓക്കെ, ഈ രണ്ട് പൊട്ടലെ നമുക്ക് ഇതിനകത്തിൽ അതായത് 12,800 750 റേഞ്ചിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. പക്ഷേ അവിടെ വരെ വരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എനിവേ നമുക്ക് നോക്കാം. മാക്സിമം ടു മാക്സിമം വരാനുള്ളത് 12,850 റേഞ്ചിലാണ് നമുക്ക് വരാനുള്ളത്. നമുക്ക് നോക്കാം, ഞാൻ ടൈം ഫ്രെയിമിൽ പറഞ്ഞ പോലെ തന്നെ. ഇനി ഒരു ഫർദർ മൂവ് അപ്സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒരു സംഭവമായിട്ട് കണക്കൂട്ടാം. ഇത് ഓക്കെ, 13,174 13,174 ബ്രേക്ക് ചെയ്യണം. 13,68 നിലവിൽ അത് വെച്ച് കുറച്ച് കൂടിപ്പോയില്ലേ. 13,174 നമുക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കാം, അത് കൂടിപ്പോയി. ഓക്കെ, നമുക്ക് ഈവനെ കൂടെ വരയ്ക്കാം. ഇവിടുത്തെ കൂടെ നിൽക്കട്ടെ. ഓക്കെ, ഇത് അടുത്തത് ഇത്. ഓക്കെ, അല്ല ഇതൊരു ഗ്രീൻ വരച്ചിട്ടേക്കാം. ഇത് ആൾക്കാർക്ക് ഈ കളർ കാണുമ്പോൾ വലിയ പ്രശ്നമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മേജർ. ഇപ്പം ഇതും ഗ്രീൻ വരച്ചിട്ടേക്കാം. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇതിനകത്താണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം അറിയാൻ പറ്റത്തില്ല. എങ്കിലും ഇവിടുന്ന് ബ്രേക്ക് ചെയ്താൽ അടുത്തത് ഇവിടെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. മാർക്കറ്റ് ഇവിടെ വരും. ഓക്കെ, ഇതും കടന്ന് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച 274 ഒന്നും കടക്കുമോയെന്ന് തോന്നുന്നില്ല. പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് അന്നേരം തീരുമാനിക്കാം എന്തോ വേണമെന്നുള്ളത്. ലൈവ് മാർക്കറ്റ് തീരുമാനിക്കാം. ഇപ്പോഴത്തെ നിലവിൽ സിനാരി അനുസരിച്ച് നാളെ ഗ്യാപ്പ് ഡൗൺ ആണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 13,000 പൊട്ടും. 13,000 പൊട്ടിയാൽ അടുത്ത സപ്പോർട്ട് 13. നമുക്കിവിടെ ഒരു ലൈനും കൂടെ ഒന്ന് വരച്ചിട്ടേക്കാം. 13,900 കൂടെ വരച്ചിട്ടേക്കാം. നമുക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയാൻ നമുക്ക് നോക്കിക്കോട്ടെ. ഒരു മിനിറ്റ്, ചുമ്മാതെ വരച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പണി തരാൻ വേണ്ടി. ഓക്കെ, അതായാലും കറക്റ്റ്. ഓക്കെ, ഇതൊരു മേജർ സംഭവം കേട്ടോ. ഇതൊരു വലിയ കനം കൂട്ടി വരച്ചിട്ടേക്കാം, അവിടെ കിടക്കട്ടെ. ഓക്കെ, ഈവൻ അപ്പോൾ നമുക്കങ്ങനെ എന്ത് ചെയ്യാം, ഇവനെ നമുക്ക് ചെറുതാക്കിയിട്ട് ഇത് കുറയ്ക്കാം. ഓക്കെ, അടുത്തത് പൊട്ടൽ ഇത്. അത് കഴിഞ്ഞാൽ അടുത്ത പൊട്ടൽ. വീഡിയോ നീണ്ടു പോകുന്നുണ്ടെന്ന് കേട്ടോ, പക്ഷേ ഈ കാര്യങ്ങൾ പറയണ്ടേ. അടുത്തത് പൊട്ടൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്, പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത്. ഓക്കെ, ഇതാണ് ഇപ്പോഴാണ് എനിക്കൊരു പെർഫെക്ഷൻ തോന്നിയത്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഇൻട്രാഡേയിൽ നമുക്ക് ചെയ്യാനുള്ള കേസ് കേട്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നു, ഇത് ബ്രേക്ക് ചെയ്യുന്നു നോക്കുക. ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ട്രേഡ് നോക്കാം. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൺഫർമേഷൻ നമുക്ക് ഇവിടം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഞാനൊരു കാര്യം പറയാം. ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റ് ഒരു റിവേഴ്സൽ സിഗ്നൽ കാണിച്ചാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഈ വീണ പോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറും. നമ്മൾ ആ കാര്യം മറന്നു പോകരുത്. മിഡ് ക്യാപ്പിൻ്റെ ഒരു വലിയ പ്രത്യേകത അതാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റ് ഒരു റിക്കവറി സിഗ്നൽ തന്നാൽ അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് പറക്കും. നമ്മൾ ഈ വീണ പോലെ തന്നെ തിരിച്ച് പറക്കും. നിങ്ങൾ അടിവര ഇട്ട് എഴുതി വെച്ച് കഴിഞ്ഞു, മാർക്കറ്റ് റിവേഴ്സ് സിഗ്നൽ തന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് എങ്ങനെ വീണോ അതുപോലെ തന്നെ മാർക്കറ്റ് പറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അത് നിങ്ങളെപ്പോഴും മറന്നു പോകരുത്, നിങ്ങളുടെ മനസ്സിലത് ഇരിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ള ഇൻട്രാഡേ ലെവലിൽ നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് പറയാനുള്ള ലെവലുകൾ. ഓക്കെ, അപ്പം കൂടുതൽ ഇനിയൊന്നും സംസാരിക്കാനില്ല. പറഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴും ഫ്യൂച്ചർ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഫ്യൂച്ചർ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഫ്യൂച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 13,000 ബ്രേക്ക് ചെയ്ത് മേലോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഫ്യൂച്ചർ
ബൈ ചെയ്യാം. ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മന്ത് നമുക്ക് ഹോൾഡ് ചെയ്യാം. ഒരു 10-200 പോയിൻ്റെങ്കിലും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 13,000 ബ്രേക്ക് ചെയ്ത് മേലോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 13,000 മേലോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഫ്യൂച്ചർ ബൈ ചെയ്യാം. നമുക്ക് ഒരു 10-200 പോയിൻ്റെങ്കിലും ഷുവറായിട്ട് നമുക്ക് കിട്ടും. എന്തൊക്കെയായാലും ഇവിടെ ഈ 13,124 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അത് നമ്മുടെ മനസ്സിൽ ഇരിക്കുക. നിങ്ങൾക്ക് ഇനി സെല്ല് ചെയ്യുന്നവരുണ്ട്, എല്ലാവർക്കും വേണ്ടിയുള്ളത് പറഞ്ഞേക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ സെല്ല് ചെയ്യുന്നവരുണ്ട്. സെല്ല് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ സെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 13,800 ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വീക്കിലി അനാലിസിൽ വീക്കിലി ഈ ടൈം ഫ്രെയിമിൽ ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ 12,800 13,350 ഓക്കെ, 13,300 വേണമെങ്കിൽ നിങ്ങൾ പരിഗണിക്കുക. 13,300നും 12,800 ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ട്രാങ്കിൾ ചെയ്യാം. 12,800 13,200 വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സ്ട്രാങ്കിൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. അത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആണ് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ എപ്പോഴും അവരുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഓക്കെ, ഈ ലൈനുകളൊക്കെ നിങ്ങൾ വരച്ചിടുക. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഈ ആഴ്ച സംസാരിക്കാനുള്ളത്. പിന്നെ ഞാനൊരു കാര്യം പറയുന്നത്, പിന്നെ ഒത്തിരി പേര് വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അതുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഞാനിവിടെ ഈ പറയുന്ന എല്ലാ ദിവസവും ഇൻട്രാഡേയിലുള്ള ലെവലുകളും അത്യാവശ്യം എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിലും ഞാൻ ആ ഗ്രൂപ്പിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ആണ്, ഒരു പ്രശ്നമില്ല. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഹെൽപ്പുകളെല്ലാം ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. എല്ലാ ലെവലുകളും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ലൈവ് മാർക്കറ്റിൽ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടെന്ന് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ഓൾ. ഓക്കെ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ലെവലുകളും കാര്യങ്ങളൊക്കെ ഞാനവിടെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനലിസ്റ്റ് കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ആഴ്ച എന്താ സംഭവിച്ചെന്നുള്ള ഒരു ഐഡിയ, ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ കിട്ടും. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് 2 ആഴ്ച ഈ മാസം തന്നെ മാർക്കറ്റ് എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ആഴ്ച സംസാരിക്കാനുള്ളത്. അപ്പം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു ഓൾ. നല്ലൊരു വീക്കെൻഡ്, നെക്സ്റ്റ് വീക്ക് ഒരു പ്രോഫിറ്റബിൾ വീക്ക് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു ഓൾ.